സോ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളുടെ എയ്ത്തിലെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഹിമ ആൻഡ് നമ്മുടെ ജെഇ നേഹയാണുള്ളത്. സോ എങ്ങനെയാണ് നമ്മുടെ എക്സാം വൈയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ. സോ ഫാദർ എന്ന് പറഞ്ഞോട്ടെ, എങ്ങനെയാണ് എക്സാം വൈ എന്നുള്ളൊരു ഇതിനെപ്പറ്റി ഇറങ്ങിയതും? ഓക്കെ എന്നാൽ പറഞ്ഞു. അത് യൂട്യൂബിലൂടെ IITians NITians ഡോക്ടേഴ്സാണ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യണത്. അങ്ങനെ കണ്ടിട്ടാണ് എക്സാമിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യണത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളെ 8th 9th ക്ലാസ്സസ് ഉണ്ടെന്ന് അറിഞ്ഞു. സോ അതിലൂടെ നമ്മളുടെ ഹിമയും ജോയിൻ ചെയ്തു. സോ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് അക്കാഡമിക് ഇയർ ഒരു പകുതിയൊക്കെ. സോ എന്താണ് എക്സ്പീരിയൻസ്? നിങ്ങൾ വിചാരിച്ചൊരു കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളും മാത്രമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓവറോൾ ആയിട്ട് എക്സാം വൈനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്? എക്സാം വൈയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെ എക്സാം വൈയിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സാം വൈ എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ചും നല്ല സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ ക്ലാസ്സസ് കുറച്ച് ടൈം ഉണ്ടെങ്കിലും പക്ഷേ കുറേ കണ്ടൻറ്റ് അതിൽ അവൈലബിൾ ആണ്. സോ അതുപോലെ നമ്മുടെ മെന്റർഷിപ്പിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സിനെ പറ്റി എന്താണ്? മെന്റർഷിപ്പ് നല്ല ഒരു എക്സാം വൈയിൽ നല്ലൊരു മെന്റർഷിപ്പാണ്. മെന്റേഴ്സൊക്കെ അടിപൊളിയാണ്. ഏത് ടൈമിലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരും. സോ ഹിമയ്ക്ക് എന്താണ് ക്ലാസ്സസിനൊക്കെ പറ്റിയൊക്കെ പറയാനുള്ളത്? ക്ലാസ്സസ് വളരെ നല്ല ക്ലാസ്സസ് ആണ്. അഡ്വാൻസ്ഡ് ലെവലായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബേസ് മാത്സ് കൊണ്ട് മാത്സ് നല്ലപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ വർക്ക് ബുക്സിലൊക്കെ ഒളിമ്പ്യാഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാവുന്നുണ്ട്. സോ ഫാദറിൻ്റെ രണ്ടുപേരുടെയും ഫാദറാണ്. സോ നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു കൺസേൺ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് എത്രത്തോളം ലെവലിൽ ക്ലാസ്സുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലെ ഉണ്ടോ? സോ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഇപ്പം പാരൻ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുന്നത്? ആസ് എ പാരൻറ്റ് ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. അതിലൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന അതിന് പ്രാപ്തമായിട്ടുള്ള ഒരു ഇടങ്ങളിലേക്ക് നമ്മൾ മക്കളെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പലർക്കും സാധിക്കാത്തത് അങ്ങനെ കൃത്യമായ ഒരു വഴി തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. വലിയ പരസ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ചേർന്ന് കഴിഞ്ഞ ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടാതിരിക്കുക. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് പോന്നു കഴിഞ്ഞാലും മക്കളുടെ ആ ഒരു സമയം നമുക്ക് നഷ്ടപ്പെട്ടു. മക്കളുടെ പഠിക്കാനുള്ള ആ ഒരു കഴിവിൽ അതിനനുസരിച്ച് ഉയരാൻ സാധിച്ചില്ല. ഇങ്ങനെ കുറേ പ്രതിസന്ധികൾ വരും. അങ്ങനെ ഒരു പ്രതിസന്ധി അടുത്ത പ്രതിസന്ധി അങ്ങനെ നീണ്ടുപോകാൻ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് ടൈം, ഏറ്റവും പ്രാപ്തമായ ഒരിടത്ത് എത്തിപ്പെടുക എന്നുള്ളതാണ് രക്ഷിതാവിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എക്സാമിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ആ തരത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു വഴിയിൽ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളിലുള്ള എക്സാം വഴിയിലുള്ള മെൻറ്റേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഇടപെടൽ നമ്മൾ വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് തന്നെയാണ് മക്കളെ പറഞ്ഞയക്കുന്നത്. അവർക്ക് അതിനനുസരിച്ചുള്ളൊരു പുരോഗതി ഉണ്ട് നല്ല രീതിയിൽ. കാരണം ഇപ്പോൾ നേഹ കഴിഞ്ഞ തവണ സ്കൂളിലൊന്നും പോവാതിരുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ എക്സാമിയുടെ ക്ലാസ് തന്നെ ആയിരുന്നു പൂർണ്ണമായിട്ടും ആശ്രയിച്ചിട്ട് തന്നെയാണ് ബോർഡ് എക്സാമിൽ നല്ല മാർക്സ് വാങ്ങിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഹിമയ്ക്കും ആ തരത്തിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് എക്സാം വേയിലെ ക്ലാസ് കൊണ്ട് മാത്രം തന്നെയാണ്. സോ നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ അഡീഷണൽ പഠിക്കുന്നുണ്ടല്ലേ. ഇപ്പം നമ്മൾ നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസോ അല്ലെങ്കിൽ നമ്മൾ NCERT അല്ല, നമുക്ക് എക്സാം വൈഡ് സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ എക്സാംസിനും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ഒരു ഡ്രീം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ പല ക്ലാസ്സിൽ നമുക്ക് പല ഡ്രീമുകളായിരിക്കും. ഇപ്പം ഞാൻ ചെറുതാകുമ്പോൾ ഒരു ഡോക്ടറാണെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ എഞ്ചിനീയർ ആണെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്. അപ്പം ഹിമയ്ക്ക് എന്താവാനാണ് ഡ്രീം, അല്ലെങ്കിൽ എന്തൊക്കെ എക്സാംസ് എഴുതാനാണ് താല്പര്യം എന്നുള്ള കാര്യം? എനിക്ക് JEE എഴുതിയിട്ട് IIT പോകാനാണ് ആഗ്രഹം. ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്ത് എഞ്ചിനീയറിംഗിലേക്ക് പോകണം എന്നുള്ളത്? അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം അതിന് നന്നായിട്ട് പഠിക്കാം. നേഹയ്ക്ക് എന്ത് ഫീൽഡിലേക്ക് പോകാനാണ്? ഇപ്പോൾ ഓൾറെഡി നമ്മുടെ JEE ക്യാമ്പയിനിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ റിസൾട്ട്സിലൊക്കെ ടോപ്പർ തന്നെയാണ്. സോ ക്ലാസ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് പാരന്റ് പറഞ്ഞു. സോ JEE എന്നാണ് എന്തായാലും എഴുതുന്നത്. അപ്പോൾ എന്ത് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാനായിരിക്കും ആഗ്രഹം? IIT മദ്രാസിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുക്കാൻ തന്നെയാണ് ആഗ്രഹം. രണ്ടുപേരുടെ ISROയിൽ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ IIScയുടെ ഒരു ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. സോ അതൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് അതിലേക്കുള്ള ജേർണി എന്നുള്ള കാര്യങ്ങളോ, അല്ലെ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. IISc ബാംഗ്ലൂർ ഒരു ഇൻറ്റേൺഷിപ്പ് ഹൈസ്കൂൾ സ്റ്റുഡൻസ്, ഇന്ത്യയിൽ നിന്ന് 18 സ്റ്റുഡൻസിന് മാത്രം സെലക്ട് ചെയ്യണ ഒരു ഇൻറ്റേൺഷിപ്പ് കണ്ടക്ട് ചെയ്തിരുന്നു. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ സപ്തർഷി ബാസു സാറിൻ്റെ
വാസു ലാബാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ അറിഞ്ഞത് തന്നെ XNYയിൽ അസീം സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ അതിൽ ഇമെയിൽ അഡ്രസ്സിലേക്ക് CV നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവരതിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യും. അപ്പോൾ അത് ഒരു 10 days ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. നമുക്ക് ക്യാമ്പസ് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ എല്ലാ ലാബ്സ് വിസിറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രൊഫസേഴ്സിനായിട്ടും അതുപോലെ വേറെ ഡയറക്ടേഴ്സിനായിട്ട് ISRO സയൻറ്റിസ്റ്റുകളിട്ട് അങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി, ഒരുപാട് പൊസിഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. സോ നമുക്കറിയാം അടുത്തൊരു ഡ്രീം ആണല്ലേ നമുക്കും ബാക്കിയുള്ള ഇതിലേക്ക് പോകണമെന്നുള്ളതൊക്കെ.